ഹായ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ അല്ലെങ്കിൽ നീറ്റ് പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലാപ്പിലാണ് അല്ലേ. ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ടൈമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നോ, ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നോ, അതുപോലെ ഇരിക്കും നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ടും. കാരണം എന്താണ്, ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിക്കാനിരുന്നു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ ടെൻഷനുകൾ, ഓരോ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരികയാണ്. ഈ സമയത്ത് അല്ലെങ്കിൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് എൻ്റെ സിലബസ് മൊത്തം കവർ ചെയ്യാൻ പറ്റുമോ, ഇനിയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഇനിയും കുറേ വായിക്കാനുണ്ട്, ഈ ഒരു സമയം കൊണ്ട് എനിക്ക് പഠിച്ച് തീർക്കാൻ പറ്റുമോ, എൻ്റെ ആ ഡ്രീം കോളേജിലേക്ക് എനിക്ക് എത്താൻ പറ്റുമോ, ഈ പ്രാവശ്യം എനിക്ക് നീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റാണ്, എൻ്റെ മൂന്നാമത്തെ അറ്റംപ്റ്റാണ്, ഈ പ്രാവശ്യം എനിക്ക് നീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ പാരൻസിൻ്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കും, എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുഖത്തേക്ക്, എൻ്റെ കുടുംബക്കാരുടെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ നോക്കും. അങ്ങനെ തുടങ്ങി നമ്മുടെ മനസ്സിലേക്ക് ഓരോ ചിന്തകൾ നമ്മളിങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. എടാ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കറിയാം നമ്മുടെ നീറ്റ് എക്സാം എഴുതുന്നത് 18 ലക്ഷം കുട്ടികളല്ലേ. 18 ലക്ഷം കുട്ടികളും ഈ ഒരു ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ഈ ഒരു 18 ലക്ഷം കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട റാങ്ക് 20,000-ൻ്റെ അടിയിലാണ്. 20,000-ൻ്റെ അടിയിൽ റാങ്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പം ഇത്രയും കുട്ടികളെ നമ്മൾ ചാടിക്കടന്നില്ലേ നമ്മുടെ ഈ ഒരു ടോപ്പ് റാങ്കിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇവരിൽ നിന്ന് വേറിട്ട്, നമ്മൾ ഇവരിൽ നിന്ന് ഡിഫറൻ്റ് ആയിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അല്ലേ. അപ്പം എന്താണ് ഈ 18 ലക്ഷം കുട്ടികളും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസം അല്ലേ? എന്താണ്, എങ്ങനെയാണ് നമുക്ക് അവരും നമ്മളും തമ്മിൽ എങ്ങനെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കാം? ദ ആൻസർ ഈസ് ബൈ ഡൂയിങ് മോക്ക് എക്സാം. അങ്ങനെ നീറ്റിൻ്റെ അതേ ഫോർമാറ്റിൽ, അതേ ആംബിയൻസിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളൊരു മോക്ക് ടെസ്റ്റ്, പക്ക മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണ്. അങ്ങനെ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, ആൻസർ കണക്ക് കൂട്ടും, ആൻസർ കീ വെച്ചിട്ട് നിങ്ങൾ മാർക്ക് കണക്ക് കൂട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻകറക്റ്റിൻ്റെ അല്ലെങ്കിൽ നമുക്ക് തെറ്റ് പറ്റിയ ഭാഗങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത ഒരു വലിയൊരു തെറ്റാണ്, അതിൽ ഞാൻ ഇപ്പോഴും ഖേദിക്കുന്നുണ്ട്. ആ തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്. എന്താണ് തെറ്റ്? മോക്ക് എക്സാം എഴുതിനോ എന്ന് ചോദിച്ചാൽ മോക്ക് എക്സാം എഴുതിക്കണ്, പക്ഷേ മോക്ക് എക്സാം എഴുതി അതിൻ്റെ മാർക്കും റാങ്കും നോക്കി അടുത്ത എക്സാമിന് പഠിക്കാമെന്നല്ലാതെ ആ മോക്ക് എക്സാമിൽ എവിടെയൊക്കെ തെറ്റി, എന്തുകൊണ്ട് ഞാൻ കറക്കി കുത്തി, എന്തുകൊണ്ട് ഈ ഭാഗം എനിക്കറിയില്ല എന്ന് ഞാൻ അനലൈസ് ചെയ്തില്ല. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര ഇൻകറക്റ്റ് ഉണ്ട് നോക്കണം. ഈ ഇൻകറക്റ്റ് എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യണം. കാരണം എന്താണ്, ഇപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളിപ്പോൾ ഒരു 20 തെറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മോക്ക് എക്സാമിൽ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 20 തെറ്റ് എങ്ങനെ വന്നു? ഈ 20 തെറ്റ് ഞാൻ പഠിക്കാത്തത് കൊണ്ടാണോ, ഈ 20 തെറ്റ് ഞാൻ കൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടാണോ എനിക്ക് തെറ്റ് പറ്റിയത്, അല്ലെങ്കിൽ എൻ്റെ അശ്രദ്ധ കൊണ്ടാണോ, എൻ്റെ ടെൻഷൻ കൊണ്ടാണോ തെറ്റ് പറ്റിയത്, എന്തുകൊണ്ടാണ് ഇത്രയും തെറ്റുകൾ എനിക്ക് വന്നത് നിങ്ങൾ അനലൈസ് ചെയ്യണം. അപ്പം ഞാൻ ചെയ്ത സമയത്ത്, ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തെറ്റ് പറ്റിയത് എൻ്റെ അശ്രദ്ധ കൊണ്ടാണ്. അശ്രദ്ധ കൊണ്ട് ഉണ്ടാകുന്ന തെറ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓരോ എക്സാം ചെയ്ത് കഴിഞ്ഞാലും, അപ്പം ഓരോ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷവും ഞാൻ എന്ത് ചെയ്യും, ഇതുപോലെ അനലൈസ് ചെയ്യും. അങ്ങനെ അനലൈസ് ചെയ്തപ്പോഴൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നത് എൻ്റെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന മിസ്റ്റേക്കാണ്. അപ്പം ഞാൻ മനസ്സിലാക്കി, ഞാൻ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കാഞ്ഞിട്ടാണ്, ഓപ്ഷൻസ് മുഴുവനും വായിക്കാഞ്ഞിട്ടാണ്, നോട്ടുള്ളത് കാണാഞ്ഞിട്ടാണ്, ഇൻകറക്റ്റ് എന്നുള്ളതിൻ്റെ കാണാഞ്ഞിട്ടാണ്. അങ്ങനെ എനിക്ക് മനസ്സിലായി, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നതിലാണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെയുള്ള ഓരോ ക്വസ്റ്റ്യനിലും ഞാൻ വിരൽ വെച്ച് ഓരോ വേർഡും മണിയായിട്ട് വായിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ റിസൾട്ട് വന്നു, എൻ്റെ ഇൻകറക്റ്റിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പോഴും ഉണ്ട് ഇൻകറക്റ്റ്. എന്തുകൊണ്ട് ഇൻകറക്റ്റ് വന്നു, വീണ്ടും ഞാൻ ചെക്ക് ചെയ്തു. അങ്ങനെ നോക്കി, പിന്നെ എനിക്കൊരു ലിസ്റ്റ് കിട്ടി. അങ്ങനെ അടുത്ത എക്സാം വന്നു, ഞാൻ വീണ്ടും അതിനെ തിരുത്തി. അങ്ങനെ ഓരോ എക്സാം എഴുതി, ഇനിയുള്ള 30 ദിവസങ്ങളും ഇങ്ങനെ എക്സാം എഴുതി നിങ്ങളെ തെറ്റുകൾ തിരുത്തി നിങ്ങളുടെ ഫൈനൽ എക്സാമിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ, നിങ്ങളുടെ മെയിൻ ഡേയിലേക്ക്, നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്ന നിങ്ങളുടെ നീറ്റ് എക്സാം ജൂലൈ 17-ാം തീയതി നിങ്ങൾ എക്സാം ഹോളിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്കൊന്നും പുതിയതായിട്ടില്ല. നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾ അതേ ആംബിയൻസിൽ നിങ്ങൾ ഇരുന്നത് കൊണ്ട് ആ ആംബിയൻസിൽ നിങ്ങൾക്കൊരു മാറ്റവുമില്ല. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങുന്നു,
OMR ഷീറ്റ് വാങ്ങുന്നു, ഇതൊക്കെ നിങ്ങൾ മുൻ പരിചയമുള്ളതായതുകൊണ്ട് ഒന്നും തന്നെ പുതിയതില്ല. പക്ഷേ ബാക്കിയുള്ള കുട്ടികളൊക്കെ ആകെ ടെൻഷൻ അടിച്ച് ഭയങ്കര പേടിയോടെ, ചിലവരൊക്കെ തലയിറങ്ങി വീഴുന്നവരൊക്കെ ഉണ്ട്, എക്സാം എഴുതുന്ന ഇടയ്ക്ക് തലയിറങ്ങി വീഴുന്നവരൊക്കെ ഉണ്ട്. അപ്പം ആ രീതിയിലൊന്നും നിങ്ങൾ പോവാതെ നിങ്ങൾ ഫുൾ കോൺഫിഡൻസിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഫുൾ 100% നിങ്ങൾക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ട്. ഈ വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുന്നേ നിങ്ങൾക്ക് ഇവിടെ തെറ്റ് പറ്റാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ എക്സാമിന് തെറ്റ് പറ്റാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ തെറ്റ് പറ്റിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ആ സ്ഥലത്ത് നിങ്ങൾ ആ തെറ്റിനൊക്കെ ക്ലിയർ ചെയ്തിട്ട് ആണ് നിങ്ങളിപ്പോൾ ഇവിടെ എത്തിയത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നീറ്റ് എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. നീറ്റ് എക്സാമിൻ്റെ ആ ഹോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫുൾ ചിരിയോടെ ഫുൾ സന്തോഷത്തോടെ, ബാക്കിയുള്ളവരൊക്കെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസോടെ നിങ്ങൾക്ക് ഇറങ്ങി പോരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ബാക്കിയുള്ള കുട്ടികളുമായിട്ട് എങ്ങനെ വേറിട്ട് നിൽക്കണം എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതണം. മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് ചിലപ്പം കുറേ പേര് മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ടാവും, പക്ഷേ അവർക്ക് തെറ്റ് പറ്റിയ ഭാഗങ്ങൾ ചിലപ്പോൾ അവർ അനലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ അനലൈസ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ആ 3 മണിക്കൂർ വെറും വേസ്റ്റ് മാത്രമാണ്. 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരമില്ല. നിങ്ങൾ അനലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻകറക്റ്റിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇൻകറക്റ്റ് നിങ്ങൾ സ്കിപ്പ് അടിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തുകൊണ്ട് സ്കിപ്പ് അടിച്ചു എന്ന് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ മോക്ക് എക്സാമിനെ കൊണ്ട് ഒരു യൂസും ഇല്ല അല്ലേ. ചിലപ്പോൾ ആ സെയിം ക്വസ്റ്റ്യന് നമ്മൾ 6000 ക്വസ്റ്റ്യന് നമ്മൾ കടന്നു പോകും ഈ ഒരു ടൈമിലൂടെ. അങ്ങനെയാണെങ്കിൽ ആ സെയിം ക്വസ്റ്റ്യന് ചിലപ്പോൾ നീറ്റിന് ചോദിക്കും, അല്ലെങ്കിൽ സെയിം കൺസെപ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നീറ്റ് എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്നും തെറ്റ് എഴുതി അന്ന് അനലൈസ് ചെയ്യാത്തതുകൊണ്ട് ഇന്നും അതേ തെറ്റ് നിങ്ങൾ ആവർത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ മസ്റ്റായിട്ടും മോക്ക് ടെസ്റ്റ് എഴുതണം. മോക്ക് ടെസ്റ്റ് എഴുതിയതിന് ശേഷം തെറ്റിൻ്റെയും നിങ്ങൾ സ്കിപ്പ് അടിച്ച ക്വസ്റ്റ്യനും നിങ്ങൾ മസ്റ്റായിട്ട് അനലൈസ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ ഡെയിലി 2 മണി മുതൽ 5 മണി വരെ ഇതിന് സ്പെൻഡ് ചെയ്യണം. പിന്നെയുള്ള 1 മണിക്കൂർ നിങ്ങളത് അനലൈസ് ചെയ്യാനും നിങ്ങൾ റെഡിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ പ്രാവശ്യത്തെ നീറ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്കൊരു 550 മാർക്കേ കിട്ടുള്ളൂ, അതിനുള്ള പഠിപ്പേ ഞാൻ പഠിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ മോക്ക് എക്സാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 650 വരെ നിങ്ങളുടെ മാർക്ക് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നീറ്റ് എക്സാമിനെ ഡെയിലി ഇന്ന് മുതൽ നീറ്റ് എക്സാമിനെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഫൈനൽ നീറ്റ് എക്സാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയില്ല, നിങ്ങൾക്ക് ടെൻഷനില്ല, ഒക്കെ സെയിം ആംബിയൻസ്, എല്ലാം സെയിം കണ്ടീഷൻസ് ആണ്. പിന്നെ ഒരു മാറ്റവുമില്ല, ജസ്റ്റ് പോയിട്ട് സാധാരണ വീട്ടിലിരുന്ന് എഴുതുന്ന പോലെ നിങ്ങൾ എഴുതിയാൽ മതി. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം ഇന്നു മുതലെങ്കിലും ശ്രദ്ധിക്കണം. അപ്പം ഈ ഒരു സമയം ഇനി ടെൻഷൻ അടിക്കാതെ, ഇനി സങ്കടപ്പെട്ടിരിക്കാതെ, ഇനിയുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഓരോ സെക്കൻഡും ഓരോ റാങ്കാണ് പോകുന്നതെന്നുള്ള ബോധം മനസ്സിലുണ്ടായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം കോളേജിലേക്ക്, ഏതാണോ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഡ്രീം കോളേജിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു.